എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഭൂരിഭാഗവും പലപ്പോഴും പുറത്തു നിന്നല്ല വരുന്നത്, അവ നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ശത്രുക്കൾ മറ്റുള്ളവരാണ്, സാഹചര്യങ്ങളാണ്, അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് എന്ന് നമ്മൾ കരുതുന്നു. പക്ഷെ വേദാന്തം പറയുന്നത് മറ്റൊന്നാണ്. നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ നമ്മുടെ സ്വന്തം മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്നു. ഒരു ആഫ്രിക്കൻ പഴഞ്ചൊല്ല് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ശത്രുക്കൾ ഇല്ലെങ്കിൽ പുറത്തുള്ള ശത്രുക്കൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയില്ല എന്നാണ്. നമ്മുടെ മനസ്സിലുള്ള ശത്രുക്കൾ വളരെ നിശബ്ദമായി നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നു, നമ്മുടെ സമാധാനത്തെ ഇല്ലാതാക്കുന്നു, നമ്മളെ ആത്മീയ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റുന്നു. ഈ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ ആരാണ്? ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിന്റെ 6 ശത്രുക്കളെ കുറിച്ച് ചർച്ച ചെയ്യാം. വേദാന്തം ഇതിനെ ഷഡ് റിപു എന്നാണ് വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, മനസ്സിനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്ന വീഡിയോ സീരീസ് ആണ് നോ യുവർ മൈൻഡ് ത്രൂ വേദാന്ത എന്നത്. ഇത് നമ്മുടെ 3ാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ വേദാന്തത്തിന്റെ മനസ്സിന്റെ നിർവചനമായ അന്ധകരണവും അതിന്റെ 4 ഭാഗങ്ങളെ കുറിച്ചും മനസ്സിലാക്കി. 2ാമത്തെ വീഡിയോയിൽ മനസ്സിന്റെ 5 അവസ്ഥകൾ, മനസ്സ് എന്തുകൊണ്ട് മാറുന്നു എന്നതിനെ കുറിച്ച് മനസ്സിലാക്കി. ആ വീഡിയോകൾ കാണാത്തവർ ദയവായി അത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ മനസ്സിനെ അറിയാനും നിയന്ത്രിക്കാനും അവ നിങ്ങളെ സഹായിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അന്ധകരണത്തിന്റെ 2ാമത്തെ ഭാഗമായ അഹങ്കാരത്തെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. മനസ്സിന്റെ 6 ശത്രുക്കൾ എന്തെല്ലാമാണെന്നും അഹങ്കാരത്തിന്റെ 4 പ്രധാന ഫങ്ഷൻസ് എന്തെല്ലാമാണ് വേദാന്തം പറയുന്നത് എന്ന് നോക്കാം. വേദാന്തം പറയുന്നത്, നമുക്ക് വ്യക്തമായി മനസ്സിലാകാത്ത ഒന്നിനെയും നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്നാണ്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും സ്വസ്ഥവും സമാധാനപൂർണമായ ഒരു മനസ്സ് നേടാനും പുരാതന ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ഒരുപാട് അറിവുകൾ തന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 വീഡിയോകളിലായി നമ്മൾ അമൃതബിന്ദു ഉപനിഷത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ബന്ധനവും മോക്ഷവും അവന്റെ മനസ്സാണ് സൃഷ്ടിക്കുന്നത്. സത്യത്തിൽ മനസ്സിനെ കുറിച്ച് നൽകിയ അറിവുകൾ ഒരു മാപ്പ് പോലെയാണ്. നമ്മൾ ഓരോ വീഡിയോയിലൂടെ പടിപടിയായി ആണ് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. വേദാന്തം മനസ്സിനെ അന്ധകരണം എന്നാണ് വിളിക്കുന്നത്. അകത്തുള്ള കാര്യങ്ങളെ അനുഭവിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു ഉപകരണമായി മനസ്സിനെ കാണുന്നു. ആദ്യം നമ്മൾ അന്ധകരണത്തിന്റെ 4 ഭാഗങ്ങളെ വിഭജിച്ച് മനസ്സിലാക്കി. അതാണ് ആദ്യ പടി. ഇനി നമ്മൾ ഒരു പടി കൂടി ആഴത്തിൽ പോയി ഈ ഓരോ ഭാഗത്തിനെ കുറിച്ചും മനസ്സിലാക്കാം. മനസ്സിന്റെ 5 അവസ്ഥകൾ, 3 അനുഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ അഹങ്കാരത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അഹങ്കാരം മൂലം ഉണ്ടാകുന്ന 6 ശത്രുക്കളും അഹങ്കാരത്തിന്റെ 4 പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. മറ്റ് ഭാഗങ്ങളെ കുറിച്ചുള്ള വീഡിയോകൾ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. വേദാന്തം മനസ്സിനെ പഠിക്കുന്നത് പോലെ ഒരു ആധുനിക മനഃശാസ്ത്രവും ന്യൂറോ സയൻസും മനസ്സിനെ പഠിച്ചിട്ടില്ല. മനസ്സിന്റെ പല സങ്കീർണതകൾക്കും ഉത്തരം കണ്ടെത്താൻ ആധുനിക മനഃശാസ്ത്രം വിഷമിക്കുമ്പോൾ മനസ്സിന്റെ സൂക്ഷ്മ തലങ്ങൾ പോലും നമ്മുടെ ഋഷീശ്വരന്മാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 6 ശത്രുക്കളെ പരിചയപ്പെടാം. ഷഡ് എന്ന വാക്കിന് 6 എന്നാണ് അർത്ഥം. റിപു എന്ന വാക്കിന് ശത്രു എന്നാണ് അർത്ഥം. അപ്പോൾ ഷഡ്രിപു എന്നാൽ 6 ശത്രുക്കൾ എന്നതാണ് അർത്ഥം. ഷഡ്രിപു എന്നത് യാദൃശികമായി ഉണ്ടാകുന്നതല്ല. അത് പ്രധാനമായും അന്ധകരണത്തിന്റെ ഒരു ഭാഗത്തിൽ നിന്നും ഉയരുന്നതാണ്. അതാണ് അഹങ്കാരം അല്ലെങ്കിൽ ഈഗോ. അഹങ്കാരം എന്നാൽ ഞാൻ എന്ന ചിന്തയാണ്. ഞാൻ ചെയ്യുന്നു, ഞാൻ കാണുന്നു, ഞാൻ ചിന്തിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു. ഈ ഞാൻ ഉപയോഗിക്കുന്ന ചിന്തകളെ നമ്മൾ അഹങ്കാരം എന്ന് വിളിക്കുന്നു. അഹങ്കാരം ശക്തമാകുമ്പോൾ ഈ 6 ശത്രുക്കളും ശക്തമാവുന്നു. അതുകൊണ്ട് ഷഡ് റിപുക്കളെ മനസ്സിലാക്കുന്നതിന് മുമ്പ് അഹങ്കാരത്തെ മനസ്സിലാക്കണം. ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, അഹങ്കാരം എന്ന വാക്ക് സാധാരണയായി നമ്മളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കും. ദുരഭിമാനം, അഹന്ത, ഞാൻ വലിയവനാണ് എന്ന ചിന്ത എന്നിങ്ങനെ പല വ്യാഖ്യാനങ്ങളും ഇതിനു വരാം. ഇതെല്ലാം അഹങ്കാരത്തിന്റെ വേറെ അർത്ഥങ്ങളാണ്. എന്നാൽ ഇവിടെ നമ്മൾ അഹങ്കാരം എന്നത് ഐഡന്റിറ്റി, നമ്മളുടെ വ്യക്തിത്വം, ഞാൻ എന്ന ചിന്ത എന്ന സന്ദർഭത്തിലാണ് എടുക്കുന്നത്. നമുക്ക് അഹങ്കാരത്തിന്റെ 4 പ്രധാന പ്രവർത്തനങ്ങൾ എന്താണെന്ന് ആദ്യം നോക്കാം. വ്യാവഹാരിക ലോകത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ അഹങ്കാരം കൂടിയേ കഴിയൂ. എന്നാൽ നമ്മൾ ഈ ലോകത്ത് ഇടപെടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈഗോ അല്ലെങ്കിൽ ഐഡന്റിറ്റി
നമ്മുടെ അറ്റാച്ച്മെന്റ്, ഇമോഷണൽ ഡിപ്പെൻഡൻസി, ആസക്തി എന്നിവ കൊണ്ടുവരുന്നതാണ് യഥാർത്ഥ പ്രശ്നം. വേദാന്തം പറയുന്നത് യഥാർത്ഥ ഞാൻ എന്നത് സച്ചിദാനന്ദ ആത്മാവ്, ലിമിറ്റ്ലെസ് കോൺഷ്യസ്നസ് ആണ്. എന്നാൽ അഹങ്കാരം അതിനെ മറച്ച് ഒരു ലിമിറ്റഡ് ഇൻഡിവിജ്വൽ, കേവലം ശരീരവും മനസ്സുമായ ഒരു വ്യക്തിയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും 4 കാര്യങ്ങൾ അഹങ്കാരം ചെയ്യുന്നുണ്ട്. ആദ്യത്തേത് കർത്തൃത്വം, ഡൂവർഷിപ്പ്. രണ്ടാമത്തേത് ഭോക്തൃത്വം, എൻജോയർഷിപ്പ്. മൂന്നാമത്തേത് മമാകാരം, ഓണർഷിപ്പ്. നാലാമത്തേത് അധ്യാസം. ഈ പ്രവർത്തനങ്ങളിലൂടെ അഹങ്കാരം വളരെ ശക്തമാകുന്നു. അത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതം നിയന്ത്രിക്കാൻ തുടങ്ങും. ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ച് വിശദമായി നോക്കാം. അഹങ്കാരം എല്ലാറ്റിന്റെയും ഉടമസ്ഥ അവകാശം എടുക്കുന്നു. വേദാന്തം ഇതിനെ മമാകാരം എന്ന് പറയുന്നു. ഞാൻ, എന്റെ, എനിക്കുള്ളത്, ഇതെല്ലാം ഇതിന്റെ വകഭേദങ്ങളാണ്. എന്റെ ശരീരം, എന്റെ വീട്, എന്റെ കുടുംബം, ഇങ്ങനെ എന്റെ എന്ന ബോധം വളരുമ്പോൾ ആസക്തി വളരുന്നു. ആസക്തി ശക്തമായാൽ ഭയം ഉണ്ടാകുന്നു. എന്റേതെല്ലാം എനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഒരു ഭയം. അങ്ങനെ ഈ ഉടമസ്ഥത നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതയും ആശങ്കയും സൃഷ്ടിക്കുന്നു. മാത്രവുമല്ല, നമ്മളിൽ സ്വാർത്ഥ ചിന്താഗതി, മമാകാരം വളർത്തുന്നുണ്ട്. അടുത്തതായി അഹങ്കാരം ആസ് എ ഡൂവർ, കർത്തൃത്വം. എല്ലാ പ്രവൃത്തികളിലും കർത്താവ് അഹങ്കാരമായി വരുന്നുണ്ട്. ഞാൻ ചെയ്തു, ഞാൻ നേടി. സത്യത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നത് പല കാരണങ്ങൾ ചേർന്നതാണ്. എന്നാൽ അഹങ്കാരം പറയുന്നത് ഞാൻ മാത്രമാണ് ചെയ്തത് എന്നാണ്. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയുന്നു. വിജയത്തിൽ അഹങ്കാരം ഗർവം ഉണ്ടാക്കുന്നു, പരാജയത്തിൽ അഹങ്കാരം കുറ്റബോധം ഉണ്ടാക്കുന്നു. ഇത് രണ്ടും നമുക്ക് അശാന്തിക്ക് കാരണമായി തീരുന്നു. അടുത്തത് അഹങ്കാരം ആസ് ആൻ എൻജോയർ, ഭോക്തൃത്വം. അഹങ്കാരം ഒരു ഭോക്താവായി, അതായത് അനുഭവിക്കുന്ന ഒരാളായി നമ്മുടെ മുമ്പിൽ വരുന്നു. നിങ്ങൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല രുചി, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. അത് ആരാണ്? നിങ്ങളുടെ അഹങ്കാരമാണ് അത് പറയുന്നത്. ഞാൻ സന്തോഷവാനാണ്, ഞാൻ ദുഃഖിതനാണ്, ഞാൻ തൃപ്തനാണ്, ഞാൻ നിരാശനാണ്. ഇതെല്ലാം പറയുന്നത് അഹങ്കാരത്തിന്റെ ഈ പ്രവർത്തനമാണ്. ഓരോ അനുഭവത്തെയും അഹങ്കാരം സ്വയം ബന്ധിപ്പിക്കുന്നു. സുഖം ആസക്തി വർദ്ധിപ്പിക്കുന്നു, ദുഃഖം വിരക്തി വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ മനസ്സ് സുഖത്തിന് പിന്നാലെ ഓടുകയും ദുഃഖത്തിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും മനസ്സിനെ ബന്ധനത്തിലാക്കുന്നു. അവസാനത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇതാണ് അധ്യാസം. ഇവിടെയാണ് അഹങ്കാരം യഥാർത്ഥ പ്രശ്നം സൃഷ്ടിക്കുന്നത്. അഹങ്കാരം യഥാർത്ഥ ഞാൻ ആയി നടിക്കുന്നു. യഥാർത്ഥ ഞാൻ ശുദ്ധ ചൈതന്യമാണ്, പ്യുവർ കോൺഷ്യസ്നസ്. പക്ഷെ അഹങ്കാരം ആ ചൈതന്യത്തെ മറച്ച് പറയുന്നു ഞാൻ ശരീരമാണ്, ഞാൻ മനസ്സാണ്. ഈ തെറ്റായ തിരിച്ചറിവാണ് അജ്ഞാനം. ഈ അജ്ഞാനത്തിൽ നിന്ന് പല മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഷഡ്രിപു നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഈ അഹങ്കാരം എല്ലാത്തിലും വ്യാപിച്ചു കിടക്കുന്നു. വേദാന്തം നിങ്ങളോട് ഞാൻ ആര് എന്ന ചോദ്യം ചോദിക്കാൻ ആവശ്യപ്പെടുമ്പോൾ, നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അഹങ്കാരം നിങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്നത് ഞാൻ മനസ്സാണ്, ഞാൻ ശരീരമാണ്. ഇത് അഹങ്കാരത്തിന്റെ ഒരു പ്രവർത്തനമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ അഹങ്കാരത്തിന്റെ ഈ 4 പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി. ഇനി അഹങ്കാരം ശക്തമാവുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന 6 ശത്രുക്കളെ വേദാന്തം പറയുന്ന ഷഡ്രിപുക്കൾ എന്താണെന്ന് നോക്കാം. ഷഡ്രിപു മനസ്സിന്റെ 6 ശത്രുക്കളാണ്. ആദ്യത്തേത് കാമം, അമിതമായ ആഗ്രഹങ്ങൾ. രണ്ടാമത്തേത് ക്രോധം, ദേഷ്യം, കോപം മുതലായവ. മൂന്നാമത്തേത് ലോഭം, ഒരിക്കലും മതിവരാത്ത മാനസികാവസ്ഥ, ആർത്തി, ദുരാഗ്രഹം, ഇതെല്ലാം നമുക്ക് പറയാം. അടുത്തത് മോഹം, ഡെല്യൂഷൻ, ശരിയായ ധാരണയില്ലാത്ത മനസ്സിന്റെ അവസ്ഥ, തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ. അടുത്തത് മതം, അഹങ്കാരം, ഗർവം. നമ്മൾ ആദ്യം പറഞ്ഞ അഹങ്കാരത്തിന്റെ അർത്ഥങ്ങൾ, ദുരഭിമാനം, ഇതെല്ലാം മതത്തിന്റെ അർത്ഥങ്ങളാണ്. അവസാനത്തേത് മാത്സര്യം, അതായത് അസൂയ, മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തൽ. പ്രിയമുള്ളവരെ, നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിൽ എത്ര ശത്രുക്കൾ നിങ്ങളുടെ മനസ്സിലുണ്ട്? നമുക്ക് ആത്മീയ യാത്രയിൽ വിജയിക്കണമെങ്കിൽ ഈ ശത്രുക്കളെ എല്ലാവരെയും തരണം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഒരു വലിയ തെറ്റിദ്ധാരണ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ അമ്പലത്തിൽ ശത്രു സംഹാര പൂജ നടത്താറുണ്ട്. എന്റെ ചോദ്യം, ആ പൂജ ഏത് ശത്രുവിനുള്ളതാണ്? നിങ്ങളുടെ അകത്തുള്ള ശത്രുവിനോ അതോ നിങ്ങളുടെ പുറത്തുള്ള ശത്രുവിനോ? ഉത്തരം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഇനി നമുക്ക് ഇവ ഓരോന്നിനെയും കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. ആദ്യത്തേത് കാമം, ഡിസയേഴ്സ്. ഇവിടെ നമ്മുടെ സാധാരണ ആഗ്രഹങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, അമിതമായ ആഗ്രഹങ്ങൾ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിയന്ത്രണങ്ങൾ ഇല്ലാത്ത ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരിക്കും. സത്യത്തിൽ ഈ ആഗ്രഹങ്ങളാണ് അടുത്ത 2 ശത്രുക്കളെ സൃഷ്ടിക്കുന്നത്. ഈ നിയന്ത്രണമില്ലാത്ത ആഗ്രഹങ്ങൾ നമ്മളെ ഒരു വിഷമ വൃത്തത്തിൽ എത്തിക്കാറുണ്ട്. അത് എങ്ങനെയാണെന്ന് നോക്കാം.
ഇവിടെ നോക്കൂ, നമ്മൾക്ക് നിയന്ത്രണമില്ലാത്ത ആഗ്രഹങ്ങൾ ജീവിതത്തിൽ വരുന്നു. ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു. ആഗ്രഹങ്ങൾ നേടിക്കഴിയുമ്പോൾ അത് കൂടുതൽ ആഗ്രഹങ്ങളെ കൊണ്ടുവരുന്നു. അതാണ് ലോഭം, ഗ്രീഡ്. ഇനി നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? അത് നമ്മളിൽ കോപം കൊണ്ടുവരുന്നു. അതാണ് ക്രോധം. ഇവ രണ്ടിന്റെയും അനന്തരഫലം നിരാശയും സംതൃപ്തിക്കുറവുമാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ ആദ്യ ശത്രു ആണ് അമിതമായ ആഗ്രഹങ്ങൾ. പ്രിയമുള്ളവരെ, വേദാന്തം ആഗ്രഹങ്ങൾക്ക് എതിരല്ല. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആത്മീയതയുടെ സന്ദർഭത്തിലാണ്. എന്നാൽ ലൗകിക നേട്ടങ്ങൾക്ക് ആഗ്രഹങ്ങൾ ആവശ്യമാണ്. അടുത്തത് ക്രോധം, ആങ്കർ, ദേഷ്യം മുതലായവ. വേദാന്തം പറയുന്നത് ക്രോധം സാധാരണയായി തടസ്സപ്പെട്ട ആഗ്രഹങ്ങളിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ സാധാരണയായി എപ്പോഴാണ് ദേഷ്യപ്പെടുന്നത്? നിങ്ങളൊന്ന് ചിന്തിക്കൂ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരാറുണ്ട്. മറ്റുള്ളവർ നമ്മൾ ആഗ്രഹിച്ച പോലെ പെരുമാറിയില്ലെങ്കിൽ നമ്മൾക്ക് ദേഷ്യം വരാറുണ്ട്. എപ്പോഴാണോ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സം ഉണ്ടാവുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടാകും. കോപം വരുമ്പോൾ നമ്മുടെ വിവേകം കുറയുന്നു. ക്രോധം നമ്മുടെ സമാധാനം നശിപ്പിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ശത്രുവാണ് ക്രോധം. ഇനി നമുക്ക് മൂന്നാമത്തെ ശത്രു നോക്കാം. അതാണ് ലോഭം. എന്ത് കിട്ടിയാലും തൃപ്തിപ്പെടാത്ത ഒരു അവസ്ഥയാണിത്. മതി എന്ന തോന്നൽ വരാത്ത ഒരു മാനസിക അവസ്ഥ. എനിക്ക് ഉള്ളത് പോരാ, ഇനിയും വേണം, കൂടുതൽ പണം, കൂടുതൽ പദവി, അങ്ങനെ എന്തും കൂടുതൽ ആഗ്രഹിക്കുന്ന മനസ്സിന്റെ അവസ്ഥയെ ലോഭം അല്ലെങ്കിൽ ഗ്രീഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു സംശയം വരാം, എന്താണ് ആഗ്രഹവും ലോഭവും അല്ലെങ്കിൽ ആർത്തിയും തമ്മിലുള്ള വ്യത്യാസം? വേദാന്തം രസകരമായ ഒരു ഉത്തരം തരുന്നു. ഒരു വസ്തു നേടുന്നതിന് മുൻപ് നമുക്ക് വരുന്നതാണ് ആഗ്രഹം അല്ലെങ്കിൽ കാമം. എന്നാൽ അതേ വസ്തു നേടിക്കഴിഞ്ഞ് നമുക്ക് വരുന്നതാണ് ലോഭം. ഒരു ലളിതമായ ഉദാഹരണം നോക്കാം. ഒരു ലഡു കാണുമ്പോൾ നിങ്ങൾക്ക് അത് കഴിക്കണം എന്ന് തോന്നും. അത് കാമമാണ്, ആഗ്രഹം. ഒരു ലഡു കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ലഡു കഴിക്കണമെന്ന് തോന്നൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാണ് ലോഭം. ഇത് ഒരിക്കലും സംതൃപ്തിയുള്ള ഒരു മനസ്സിനെ നമുക്ക് നൽകുന്നില്ല. ഇനി നമുക്ക് അടുത്ത ശത്രുവിനെ നോക്കാം. അതാണ് മത അല്ലെങ്കിൽ പ്രൈഡ്. ഇതിനെ അഹങ്കാരം എന്ന വാക്കിന് സാധാരണയായിട്ടുള്ള അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 6 ശത്രുക്കളും പരസ്പരം കണക്റ്റഡ് ആണ്. നമ്മൾ ആദ്യം കണ്ട ശത്രു ആഗ്രഹങ്ങളുടെ നമ്മൾ പല കാര്യങ്ങളും നേടുന്നു. സമ്പത്ത്, പദവി, ശക്തി. ഇത് നമ്മുടെ അഹങ്കാരം അല്ലെങ്കിൽ മതം അല്ലെങ്കിൽ അഭിമാനം വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ അഹന്ത വർദ്ധിപ്പിക്കുന്നു. ഞാൻ വലിയവനാണ്, ഞാൻ എന്തോ ഒരു സംഭവമാണ് എന്ന് ചിന്തിച്ചു തുടങ്ങുന്നു. ചില ആത്മീയ ഗുരുക്കന്മാരിൽ പോലും മതം എന്ന മാനസികാവസ്ഥ കണ്ടുവരുന്നുണ്ട്. ഗർവം ഉള്ള ഒരു അവസ്ഥയാണിത്. മതം എന്ന മാനസികാവസ്ഥയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് വിനയം. അപ്പോൾ ജീവിതത്തിൽ വിനയം ഇല്ലാത്ത അവസ്ഥയാണ് മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു പ്രധാന ശത്രുവിനെ പരിചയപ്പെടാം. അതാണ് മോഹം, ഡെല്യൂഷൻ. ഇവിടെ തെറ്റായ ധാരണ, ആസക്തി എന്നിങ്ങനെയാണ് വേദാന്തം അർത്ഥം പറയുന്നത്. ഡെല്യൂഷൻ ഉള്ള ഒരു മനസ്സിന്, അതായത് മോഹം ഉള്ള ഒരു മനസ്സിന് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. മോഹമാണ് നമ്മുടെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുത്തുന്നത്. മോഹം ഞാൻ എന്നത് ശരീരമാണ്, മനസ്സാണ് എന്ന തെറ്റിദ്ധാരണ നമ്മളിൽ ഉണ്ടാക്കുന്നു. ഇത് നമ്മുടെ മനസ്സിനെ ബന്ധിപ്പിക്കുന്നു. ബന്ധനസ്ഥനായ മനസ്സ് ഒരിക്കലും സ്വാതന്ത്ര്യം നേടാൻ കഴിയുകയില്ല. അവസാനത്തെ ശത്രുവിനെ നോക്കാം. ഇതാണ് മാത്സര്യം, അസൂയ, ജലസി എന്നിവ. നമ്മുടെ ഏറ്റവും വലിയൊരു ശത്രുവാണ് അസൂയ. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു. മറ്റുള്ളവർ വിജയിക്കുമ്പോൾ, മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കാണുമ്പോൾ നമ്മുടെ സന്തോഷം ഇല്ലാതാകുന്നു. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ സോഷ്യൽ മീഡിയ കാണുമ്പോൾ മറ്റുള്ളവരുടെ ജീവിത വിജയവും നേട്ടങ്ങളും നമ്മളിൽ പല മാനസിക പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഇതാണ് മാത്സര്യം എന്ന ശത്രു. നമ്മുടെ യാഥാർത്ഥ്യം എന്നത് പൂർണ്ണമാണെന്ന് വേദാന്തം പഠിപ്പിക്കുന്നു. വിവേകം കൊണ്ടും ആത്മജ്ഞാനം കൊണ്ടും നമുക്ക് അസൂയ എന്ന ശത്രുവിനെ പരാജയപ്പെടുത്താം. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിന്റെ 6 ശത്രുക്കളെ പരിചയപ്പെട്ടു. എല്ലാ മനുഷ്യ മനസ്സുകളിലും ഈ 6 ശത്രുക്കൾ നിലനിൽക്കുന്നുണ്ട്. ആത്മീയ വിജയം നേടണമെങ്കിൽ ഈ 6 ശത്രുക്കളെയും നമ്മൾ പരാജയപ്പെടുത്തേണ്ടതുണ്ട്. ഇനി നമുക്ക് ഈ ശത്രുക്കളുടെ യഥാർത്ഥ ഉറവിടം എന്താണ് എന്ന് നോക്കാം. എന്താണ് വേദാന്തം ഈ 6 ശത്രുക്കളെ കുറിച്ച് വിശദീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. വേദാന്തം പറയുന്നത് ഷഡ് റിപു എന്നത് വളരെ ശക്തിയുള്ളതാണ്. പക്ഷേ യഥാർത്ഥ പ്രശ്നം ഷഡ് റിപു അല്ല, ഈ 6 ശത്രുക്കളല്ല. ഒരു വൃക്ഷത്തിന്റെ ഉദാഹരണത്തോടെ നമുക്ക് അത് മനസ്സിലാക്കാം. ശക്തമായ ഒരു വൃക്ഷത്തിന് വളരെ ശക്തമായ ഒരു ഉറവിടം ഉണ്ടാകും. അതാണ് അതിന്റെ വേരുകൾ. അതുപോലെ ഷഡ് റിപുവിന്റെ ഉറവിടം എന്ന് പറയുന്നത് അജ്ഞാനമാണ്, അവിദ്യയാണ്. വേദാന്തം പറയുന്നത് അജ്ഞാനം എന്നാൽ എന്റെ യാഥാർത്ഥ്യം എനിക്ക് അറിയാത്ത അവസ്ഥ. ഞാൻ എന്നത് സച്ചിദാനന്ദ ആത്മ, ലിമിറ്റ്ലെസ് കോൺഷ്യസ്നസ് ആണ് എന്ന അറിവില്ലായ്മ.
ഞാൻ പൂർണ്ണനും സ്വതന്ത്രനുമാണെന്ന് അറിയുന്നില്ല. ഈ അജ്ഞാനത്തിൽ നിന്നാണ് ആദ്യത്തെ ശത്രുവായ മോഹം ഉണ്ടാകുന്നത്. നമ്മൾ മുന്നേ മനസ്സിലാക്കി, മോഹം എന്നത് തെറ്റായ ധാരണ മനസ്സിൽ വെച്ച് പുലർത്തുന്ന അവസ്ഥയാണ്. മോഹത്തിൽ അകപ്പെട്ട ഒരു മനസ്സ് ചിന്തിക്കുന്നത് ഞാൻ കേവലം ശരീരവും മനസ്സുമാണ്, ഞാൻ അപൂർണനാണ് എന്നാണ്. അപൂർണമായ ചിന്ത പൂർണ്ണതയ്ക്ക് വേണ്ടി ശ്രമിക്കാൻ നമ്മളെ തയ്യാറാക്കുന്നു. അപ്പോൾ അടുത്ത ശത്രു കാമം വരുന്നു. നമ്മൾക്ക് ബാഹ്യ വസ്തുക്കളെ നേടണം എന്ന ആഗ്രഹം നമ്മളിൽ ഉണ്ടാകുന്നു പൂർണ്ണതയ്ക്ക് വേണ്ടി. ഈ കാമത്തിന്റെ അവസ്ഥ നമ്മൾ ആദ്യ ശത്രുവിൽ തന്നെ മനസ്സിലാക്കി. കാമം നമ്മളെ കൂടുതൽ ആഗ്രഹങ്ങളിലേക്ക് നയിക്കുന്നു. അതാണ് ലോഭം. ഇനി നമ്മളുടെ ആഗ്രഹങ്ങൾ നിറവേറിയില്ലെങ്കിൽ അത് നമ്മളുടെ അടുത്ത ശത്രുവായ ക്രോധത്തിലേക്ക് നയിക്കുന്നു. ഇനി ഇത് രണ്ടും കൂടി നമ്മളെ എങ്ങോട്ടാണ് എത്തിക്കുന്നത്? നമ്മളെ മതം, അതായത് ഞാൻ എന്ന അഹന്തയിലേക്ക് എത്തിക്കുന്നു. നമ്മളുടെ അഞ്ചാമത്തെ ശത്രു. ആഗ്രഹങ്ങളിലൂടെ നമ്മൾ പല വിജയവും കരസ്ഥമാക്കുന്നു. വലിയ വീട് അല്ലെങ്കിൽ സമ്പാദ്യം ഇതെല്ലാം നേടുന്നു. ഇത് നമ്മളുടെ അഹങ്കാരം വർദ്ധിപ്പിച്ച് ഞാൻ വലിയവനാണ്, ഞാൻ മറ്റുള്ളവരെക്കാൾ ഉയർന്നവനാണ് എന്ന ചിന്ത എത്തിക്കുന്നു. അപ്പോഴാണ് നമ്മളെക്കാൾ കൂടുതൽ നേടിയ ആളുകളെ നമ്മൾ കാണുന്നത്. സ്വാഭാവികമായും അവരെ താരതമ്യപ്പെടുത്തി നമ്മുടെ ആറാമത്തെ ശത്രു വരുന്നു, മാത്സര്യം, അസൂയ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഈ ഒരു മാത്സര്യം എന്ന ആറാമത്തെ ശത്രുവോടുകൂടി നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഈ മാത്സര്യ ചിന്ത നമ്മളെ വീണ്ടും കാമത്തിലേക്കും മോഹത്തിലേക്കും നയിക്കുന്നു. കാരണം മറ്റുള്ളവർ നേടിയതെല്ലാം എനിക്കും സ്വന്തമാക്കണം എന്ന ചിന്ത നമ്മളിൽ വരുന്നു. തീർച്ചയായിട്ടും അത് ആഗ്രഹങ്ങൾ ജനിപ്പിക്കുന്നു. ആഗ്രഹങ്ങൾ ലോഭത്തിലേക്കും ക്രോധത്തിലേക്കും കൊണ്ടുപോകുന്നു. സത്യത്തിൽ ഇത് ഒരു വിഷമവൃത്തം നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നു. ഇതിനെയാണ് വേദാന്തം സംസാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പരിഹാരം? നമ്മൾ അവിദ്യയെ ആദ്യം മറികടക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോകുകയാണ്. വേദാന്തം മനസ്സിനെ വെറുക്കാൻ പറയുന്നില്ല, മറിച്ച് മനസ്സിനെ മനസ്സിലാക്കാൻ പറയുന്നു. ഷഡ് റിപുവിന്റെ അടിസ്ഥാനം അജ്ഞാനമാണ്. അജ്ഞാനമാണ് പ്രശ്നം എങ്കിൽ ജ്ഞാനം നേടുക എന്നതാണ് ഒരേ ഒരു പരിഹാരം. വേദാന്തം നമ്മെ നമ്മുടെ യഥാർത്ഥ സ്വഭാവമായ സത് ചിത് ആനന്ദ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഒരു വൃക്ഷത്തെ ഇല്ലാതാക്കാൻ അതിന്റെ വേര് മുറിച്ചാൽ മതി. വേരുകൾ മുറിയുമ്പോൾ മരം സ്വാഭാവികമായി ഉണങ്ങുന്നു. അതുപോലെ ഷഡ് റിപുവിനെ ഇല്ലാതാക്കാൻ അജ്ഞാനം നീക്കിയാൽ മതി. അജ്ഞാനം നീങ്ങിയ ഒരു മനസ്സിൽ ഈ ശത്രുക്കൾക്ക് നിലനിൽപ്പുണ്ടാകുകയില്ല. ഈ ശത്രുക്കൾ നിലനിൽക്കാത്ത ഒരു മനസ്സ് എപ്പോഴും ശാന്തവും സ്വസ്ഥവും സമാധാനപൂർണവുമായിരിക്കും. അതുകൊണ്ട് വേദാന്തത്തിലൂടെ നമ്മൾക്ക് എല്ലാവർക്കും ഈ ജ്ഞാനം നേടിയെടുക്കാം. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ മനസ്സിന്റെ അടുത്ത ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.